അമ്മ എന്താ ഉണ്ടാക്കാൻ പോണേ? നെല്ലിക്ക അച്ചാറിടാൻ വെളുത്തുള്ളി പൊളിക്കുകയാണ്. ഓഹോ, അച്ചാറിനുള്ള നെല്ലിക്കത് അടുപ്പത്ത് കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് അമ്മ ഉമ്മറത്ത് പോയിരുന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കണത്. ഇതിപ്പം നമുക്ക് ഫുള്ള് നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ട് വെന്ത് പോകരുത് കേട്ടോ, അപ്പം പിന്നെ നമുക്ക് അത് കറക്റ്റ് പാകത്തിന് കിട്ടില്ല. ശേഷം അതെല്ലാം ഇതിങ്ങനെ ഓരോന്നായിട്ട് ഓരോ അല്ലിയായിട്ട് അടർത്തി എടുക്കുക കേട്ടോ അമ്മ. അതിനെ അടർത്തി എടുത്തിട്ട് വേണം ബാക്കി പണി. വെളുത്തുള്ളി ഇഞ്ചി ഇത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. മുളക് പൊടിയിൽ കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് മിക്സ് ചെയ്തേക്കണേ. കരിവേപ്പില നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് കരിവേപ്പില കേട്ടോ. അമ്മ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. നല്ലെണ്ണ കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. നല്ലെണ്ണ ചേർത്താലാണ് പൂത്ത് പോകാതെ കുറേ കാലം ഇരിക്കുള്ളൂ. ഇനി നമ്മൾ ചേർക്കാൻ പോണത് ഉലുവയും കായവും ആണ് കേട്ടോ. കായം ആദ്യം ഇട്ടിട്ട് വറുത്തെടുക്കും നമ്മൾ, എന്നിട്ട് അത് പൊടിക്കണം. അത് അമ്മ കോരിയെടുത്തു. നന്നായിട്ട് വറുത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ടത്. അത് കോരിയെടുത്തിട്ട് അമ്മ അതിലേക്ക് കടുകിട്ടു. തൊട്ട് പുറകെ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പൊട്ടണം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ചുവന്ന് വരണം. അരിഞ്ഞ് വെച്ചിട്ട് മുഴുവൻ നമ്മൾ എടുത്തു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് മുഴുവൻ നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് അതിങ്ങനെ മൊരിച്ചിലൊക്കെ ചുവന്ന കളറ്, ഭയങ്കരമായിട്ട് മൂത്ത് പോകരുത്, എന്നാൽ ആ ഒരു പാകത്തിന് ആ ഒരു ചുമപ്പ് കളറ് നന്നായിട്ട് ഇതൊക്കെ വാഴ്ന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ ആ നെല്ലിക്ക പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഇത് തിളയ്ക്കണ സമയത്ത് നമ്മൾ ആദ്യം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കായം, അതിനെ നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ആ ചാറിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന നെല്ലിക്ക പുഴുങ്ങിയ വെള്ളമില്ലേ, ആ വെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് എന്തോരാണോ, നമുക്ക് എന്തോരം ചാറ് വേണോ എന്ന രീതിക്ക് ഒഴിച്ച് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് ആ വെള്ളം കളയാതെ അതിൻ്റെ നെല്ലിക്കയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം കൂടി അതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അതിലേക്ക് നെല്ലിക്ക ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി അടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു എരിവും പുളിയും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് ചേരണം. ഇതിൽ നമ്മളിപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് ഒന്ന് തണുത്ത് നമ്മൾ കുപ്പിയിലേക്കൊക്കെ മാറ്റണ സമയത്ത് വിനാഗിരിയും കൂടെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ സൂപ്പറായി. അപ്പോൾ കുറച്ച് കാലം ഇരിക്കുകയും ചെയ്യും കേട് വരാതെ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ അച്ചാറപ്പം അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.